ഇനി കാർഷിക മേഖലയിൽ നിന്നുള്ള വാർത്തകൾ. ചൂട് കനക്കുന്നതിനൊപ്പം ചെറുനാരങ്ങയുടെ വിലയും കുത്തനെ ഉയരുകയാണ്. നാരങ്ങ കൃഷിയിൽ ഉൽപാദനം കുറയുകയും ഗുണമേന്മയുള്ള നാരങ്ങയുടെ ലഭ്യത കുറഞ്ഞതുമാണ് വില വർധനയ്ക്ക് കാരണമായത്. സംസ്ഥാനത്ത് വേനൽച്ചൂട് ശക്തമാകുന്നതിനൊപ്പം ചെറുനാരങ്ങയുടെ വിലയിൽ വൻ വർധന രേഖപ്പെടുത്തുന്നു. ദാഹശമനത്തിനും ശീതളപാനീയങ്ങൾ തയ്യാറാക്കുന്നതിനുമായി ചെറുനാരങ്ങയുടെ ആവശ്യകത കുത്തനെ ഉയർന്നതാണ് പ്രധാന കാരണം. വിപണികളിൽ ചെറുനാരങ്ങയ്ക്ക് കിലോഗ്രാമിന് 160 മുതൽ 200 രൂപ വരെയാണ് വില. ചിലയിടങ്ങളിൽ ഇതിലും കൂടുതലായി വില ഉയർന്നതായും വ്യാപാരികൾ പറയുന്നു. കഴിഞ്ഞ ആഴ്ചകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വർധനവാണിത്. ചൂട് കൂടിയതോടെ നാരങ്ങ കൃഷിയിലെ ഉൽപ്പാദനം കുറയുകയും ഗുണമേന്മയുള്ള നാരങ്ങയുടെ ലഭ്യത കുറഞ്ഞതും വില ഉയരാൻ കാരണമായി. പ്രധാന ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ നിന്നുള്ള വരവും കുറഞ്ഞതോടെ വിപണിയിൽ സമ്മർദ്ദം വർദ്ധിച്ചു. വിലവർധന ചെറുകിട വ്യാപാരികൾക്കും ജ്യൂസ് കടകൾക്കും ഹോട്ടൽ മേഖലയ്ക്കും വലിയ തിരിച്ചടിയായി. നാരങ്ങ വെള്ളത്തിന്റെ വില കൂട്ടുകയോ അളവ് കുറയ്ക്കുകയോ ചെയ്യേണ്ട സാഹചര്യം പലർക്കും ഉണ്ടായിട്ടുണ്ട്. വേനൽക്കാലം തുടരുന്നതിനാൽ അടുത്ത ദിവസങ്ങളിലും ചെറുനാരങ്ങയുടെ വില ഉയർന്ന നിലയിൽ തുടരുമെന്നാണ് വിപണി നിരീക്ഷകർ വിലയിരുത്തുന്നത്. മഴ ലഭ്യതയും പുതിയ വിളവെടുപ്പും ആരംഭിക്കുന്നതുവരെ വിലയിൽ വലിയ ഇടിവ് പ്രതീക്ഷിക്കാനില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യങ്ങളിൽ തുടരുന്ന ഇന്ധന പ്രതിസന്ധി കേരളത്തിലെ മത്സ്യബന്ധന മേഖലയെ ഗുരുതരമായി ബാധിക്കുന്നു. പാചകവാതകവും ഡീസലും ലഭ്യമാകാത്തത് മത്സ്യബന്ധന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുമ്പോൾ മണ്ണെണ്ണ വിലയിലെ കുത്തനെ ഉള്ള വർധന തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകൾ ഇരട്ടിപ്പിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധനക്ഷാമം കേരളത്തിലെ മത്സ്യബന്ധന മേഖലയെ പ്രതിസന്ധിയിലാഴ്ത്തുന്നു. കൊച്ചിയിലെ തോപ്പുംപടി ഹാർബറിൽ മാത്രം ഏകദേശം 2000-ഓളം പേർക്ക് തൊഴിൽ നഷ്ടമായിരിക്കുകയാണ്. കൊമേഴ്ഷ്യൽ LPG ലഭിക്കാത്തതിനെ തുടർന്ന് ആഴക്കടൽ മത്സ്യബന്ധന ബോട്ടുകൾ പലതും കരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. സാധാരണയായി 15 മുതൽ 20 ദിവസം വരെ കടലിൽ കഴിയുന്ന ബോട്ടുകൾക്ക് പാചകവാതകം അനിവാര്യമാണ്. അതേസമയം ഡീസൽ ലഭ്യതക്കുറവും മണ്ണെണ്ണ വില ലിറ്ററിന് 155 രൂപയ്ക്ക് മുകളിലേക്ക് ഉയർന്നതും ചെറുകിട മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു. സർക്കാർ സബ്സിഡി വർദ്ധിപ്പിച്ചിട്ടും വിലവർധനയുടെ ആഘാതം കുറയുന്നില്ല. മത്സ്യം ഇപ്പോൾ ആഴക്കടലിലേക്ക് മാറുന്നതോടെ കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്ധനച്ചെലവും വർദ്ധിച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കശ്മീരിലെ കുങ്കുമപ്പൂ കർഷകർക്ക് പുതിയ ഭീഷണി. മുള്ളൻ പന്നികളുടെ ആക്രമണം വിളയെ വേരോടെ നശിപ്പിക്കുകയാണ്. ഇതോടെ ഉൽപാദനം കൂടുതൽ ഇടിയുന്ന അവസ്ഥയാണുള്ളത്. കാശ്മീരിലെ പാമ്പോറിലെ കുങ്കുമ കൃഷിയിടങ്ങളിൽ മുള്ളൻ പന്നികളുടെ ആക്രമണം ശക്തമാകുന്നു. ഭൂമിക്കടിയിൽ വളരുന്ന കുങ്കുമക്കിഴങ്ങുകൾ തിന്ന് വിളയുടെ വേര് തന്നെ നശിപ്പിക്കുകയാണ്. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിലാണ് ആക്രമണം ഏറ്റവും കൂടുതലെന്ന് കർഷകർ പറയുന്നു. ഇതിനകം കാലാവസ്ഥാ വ്യതിയാനവും ജലക്ഷാമവും കാരണം കുറഞ്ഞ വിളവിൽ ഓരോ വർഷവും 20 മുതൽ 25% വരെ നഷ്ടമുണ്ടാകുന്നതായും കർഷകർ പറയുന്നു. വനനശീകരണം മൂലം സ്വാഭാവിക ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട മുള്ളൻ പന്നികൾ കൃഷിയിടങ്ങളിലേക്ക് എത്തുന്നതാണ് പ്രധാന കാരണം. ജൈവ പ്രതിരോധ മാർഗങ്ങളും വേലികളും പരീക്ഷിച്ചിട്ടും പരിമിതമായ ഫലമാണ് ലഭിക്കുന്നത്. ദീർഘകാല പരിഹാരത്തിന് സർക്കാർ ഇടപെടലും ശാസ്ത്രീയ മാർഗങ്ങളും അനിവാര്യമാണെന്ന് വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.